മനുഷ്യനാവണം, ചാണകത്തിൽ ചവിട്ടുന്ന മനുഷ്യനാവരുത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മൾ. അത്തരത്തിൽ പറഞ്ഞു കേൾക്കുന്ന ആ ഒരു സബ്ജക്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ചൊറിയാതെ വയ്യ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ചാണകത്തിൽ ചവിട്ടരുത് എന്ന് പറയാൻ കാരണം? ചാണകത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്, ലോകത്താകമാനം ചാണകത്തിൽ ചവിട്ടിയിട്ടുള്ള നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ലോക നേതാവായി അംഗീകരിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടും ഉത്തരമുണ്ട്. അദ്ദേഹം ചവിട്ടി കുഞ്ഞുനാൾ മുതൽ ഇപ്പോഴും ചവിട്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ചാണകത്തിൽ ചവിട്ടി തന്നെയാണ്. ഈ ചാണകത്തിൽ ചവിട്ടാതെ പലരുടെയും അമേധ്യം ഭക്ഷിക്കുകയും അതിൽ ചവിട്ടുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് തീഹാർ ജയിലിൽ ഉണ്ടതെന്ന് കിടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നാപ്കിന്നുകൾ അല്ലെങ്കിൽ ഡയപ്പറുകൾ മാറ്റി മാറ്റി കരഞ്ഞു നിലവിളിച്ച് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രണ്ട് വ്യത്യസ്ത വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ചൊറിയാതെ വയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ലോക വിവരങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവർഗത്തെ ഏതൊക്കെ രീതിയിൽ മാധ്യമങ്ങൾ ഒളിച്ചു വെക്കുന്ന വാർത്തകളുണ്ടോ, ഒളിച്ചു വെക്കുന്ന വിവരങ്ങളുണ്ടോ, ആ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ചൊറിയാതെ വയിലൂടെ എല്ലാ പ്രേക്ഷകരുടെ മുമ്പിലേക്കും എത്തിക്കുമെന്ന ആ ദൃഢപ്രതിജ്ഞയോടുകൂടി തന്നെയാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ ചൊറിയാതെ വയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ടീച്ചറെ, എന്താണ് ടീച്ചർക്ക് ഈ വിശേഷത എന്താണ് കാര്യമായിട്ട് ചൊറിയാനുള്ളത്? ഈ ചാണകത്തിൽ ചവിട്ടി കഴിഞ്ഞത്ര മോശപ്പെട്ട വിഷയമാണോ? മാത്രമല്ല ഇന്നിപ്പോൾ കേരളത്തിൽ ചാണകത്തിൽ ചവിട്ടരുതെന്ന് മാത്രം കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കേൾക്കുന്ന ഒരു ഡയലോഗ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും ചാണകത്തിൽ ചവിട്ടുക മാത്രമല്ല ചാണകത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ കേരളീയർക്ക് ചാണകം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഔഷധം തന്നെയാണ്, ശരിക്കും ഒരു അണുനാശിനി തന്നെയാണ് ചാണകം. ആ അണുനാശിനി തളിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് കൃമികീടങ്ങൾ അങ്ങോട്ട് വളർന്ന് പന്തലിച്ച് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടീച്ചർക്ക് ചാണകത്തിൽ ചവിട്ടി ശീലമുണ്ടോ? എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു ഗസ്റ്റ് കൂടിയുണ്ട്, നമ്മുടെ വിപിൻലാലിന് സ്പെഷ്യൽ വെൽക്കം. നമ്മള് ചാണകം ചവിട്ടിയോ അമേദ്യം ചവിട്ടിയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ രാജ്യം ചാണക സംഖ്യ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇതിനു മുമ്പ് ഭരിച്ചിട്ടുള്ള മുസ്ലിങ്ങളെ താങ്ങി നിർത്തിയിട്ടുള്ള സർക്കാർ എങ്ങനെയാണ് ഈ രാജ്യത്തെ കൊണ്ടുപോയിട്ടുള്ളത്? ലോക നേതാവായി നരേന്ദ്രമോദി എന്ന മനുഷ്യനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇതിവിടുത്തെ പ്രധാന വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപില് മുസ്ലിങ്ങള് ചില വിഷയങ്ങളുമായി മാധ്യമ പ്രവർത്തകരെ സമീപിക്കുവാണ്. നമുക്ക് ആദ്യം ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന ചാണകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നത് കേൾക്കാം. മോദി സാർ വന്നതിന് ശേഷം ഭയങ്കര പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപ് സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെ പൈസയും കാര്യമില്ലാത്തതുകൊണ്ട് മോദി സാർ ഇങ്ങനെയൊക്കെ ഓരോ പുരോഗമനം കൊണ്ടുവന്നത് കൊണ്ട് വളരെ നന്ദിയാണ്. आपका सरकार आया है, इसके बाद बहुत विकास हुआ है लक्षद्वीप में. इससे ये लोगों को बहुत फायदा लाभ हुआ है. ഞാൻ ന്യൂട്രീൻ കാർഡാണ്. അപ്പൊ മോദി സാർ കൊണ്ടുവന്നത് കൊണ്ടു അഡ്മിനിസ്ട്രേറ്ററിനും മോദി സാറിനും ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ടു ഞാൻ ന്യൂട്രൻ കാർഡാണ്. ഞാൻ നാച്ചുറൽ ഉണ്ടാക്കി നല്ല കൃഷിയിൽ നിന്ന് എനിക്ക് പച്ചക്കറി തെയ്യും ഫ്രൂട്ട്സ് തെയ്യും കിട്ടിയിട്ടുണ്ട്. വളവും സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നടങ്കം ഈ രാജ്യത്തിന്റെ ഭരണ മികവിനെ കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും സംസാരിക്കുമ്പോൾ പലപ്പോഴും ചാണക സംഖ്യ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുന്നു. ഒരു പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്ന് അധികാരം കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആള് ജയിലിൽ കിടന്ന് ഇലക്ഷനു മത്സരിച്ച് വിജയിച്ച നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കില്ല എന്നോ പോപ്പുലർ ഫ്രണ്ടിന് അധികാരം ലഭിക്കില്ലെന്നോ പറയാൻ നമുക്ക് കഴിയില്ല. ദക്ഷിണേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനമുണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഇപ്പോ ഉത്തരേന്ത്യയിൽ അടക്കം പല സംസ്ഥാനങ്ങളിലും സജീവമായി തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും അവരുടെ ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുകയും ചെയ്യുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷം അവർക്ക് പിന്തുണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് അവർ വ്യത്യസ്തമായ പേരുകളിലാണ് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. നമുക്കറിയാം, അൽ-ഖ്വയ്ദ, താലിബാൻ, ഹമാസ്, പിന്നെ ജയ്ഷെ മുഹമ്മദ്, അങ്ങനെ പല പേരുകളിൽ ഒരേ ലക്ഷ്യത്തിലേക്കാണ് അടുക്കുന്നത്. സിറിയയിൽ വരുമ്പോഴാണ് അവർ ഐസിസ് എന്ന് പറയുന്നത്.
ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വരുമ്പോൾ അവരെ പോപ്പുലർ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിലാകുമ്പോൾ അൽ ഖ്വയ്ദ എന്ന് പറയാം. അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ. ഗോവയിൽ വരുമ്പോൾ സിറ്റിസൺസ് ഫോറം എന്നാണ് അവരെ അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി, അവരുടെ പേരുകൾ കേൾക്കണം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ നവീകരണ പ്രസ്ഥാനമാണ്. പശ്ചിമ ബംഗാളിലെ നാഗരിക് അധികാർ സുരക്ഷാ സമിതി എന്നാണ് അവരുടെ പേര്. മണിപ്പൂരിലെ ലൈംഗോങ് സോഷ്യൽ ഫോറം, ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ സംഘടനകളാണ്. ഇതിന്റെയും അതുപോലെ SDPIയുടെയും, SDPI എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ രാഷ്ട്രീയ സംഘടന എന്നതിൽ പരം മറ്റൊന്നും അവർക്ക് ചാർത്തി കൊടുക്കാനില്ല. പിന്നെ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ പ്രമുഖരായ നേതാക്കളിൽ പലരും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ സിമിയുടെ മുൻകാല പ്രവർത്തകരായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അവരെയൊക്കെ അധികാരത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ പുരോഗതി ചാണകസംഖ്യയായ നരേന്ദ്രമോദി കൊണ്ടുവന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകുമായിരുന്നു. അത് പറയേണ്ടത് ഇവിടത്തെ അനുഭവസ്ഥരായ ആളുകളാണ്. ബീഹാറില് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവുണ്ട്. എന്താണ്? അൻവാർ റാഷിദ്, അത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. അയാളുടെ പേരില് NIA ഒരു കുറ്റപത്രം കൂടി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഫുൽവാരി ഷെരീഫ് പോലീസ് സ്റ്റേഷനില് കഴിഞ്ഞ വർഷം 2023 ജൂലൈയില് രജിസ്റ്റർ ചെയ്ത കേസില് 13 പേരിൽ മുഖ്യ പ്രതിയാണ് UP സ്വദേശിയായ റാഷിദ്. ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ എടുത്താൽ എല്ലാ നാടുകളിലും ക്രിമിനൽ കേസുകളിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഭീകര പ്രവർത്തനം തടയാനുള്ള UAPA നിയമത്തിലെ വകുപ്പുകൾ ചേർത്തിട്ടുള്ള കുറ്റപത്രം പട്നയിലെ പ്രത്യേക NIA കോടതിയിൽ സമർപ്പിക്കുവാണ്. ഇവരെ അധികാരത്തിലെത്തിച്ചാൽ നമ്മുടെ നാട്ടിൽ പിന്നെ UAPA നിയമം അവരല്ലേ കയ്യിൽ കൊണ്ടു നടന്ന അമ്മാനമാടും. ഇപ്പോ ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി എത്ര വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും മുന്നിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സുരക്ഷയെ മാത്രം ക്രമീകരിച്ച് നിയന്ത്രിച്ച് പ്രതീക്ഷിച്ച് അതുമാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് ആർക്കായിരിക്കും ചാണക സംഖ്യയുടെ ഭരണത്തിൽ പൊള്ളലുണ്ടാകുന്നത്? ഇവർക്ക് ഭീകര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകനായിരുന്ന റാഷിദ് തന്നെയാണ് ബീഹാറിലും UPയിലും ഒക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. ഇവരെ അധികാരത്തിലേറ്റാൻ നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകൾ മത്സരിക്കുമ്പോൾ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മകൻ ചത്താലും സാരമില്ല, മരുമകൾ വെള്ളസാരി ഉടുക്കണം. രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നോ അധോഗതിയിലേക്ക് പോകുന്നോ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നരേന്ദ്രമോദി എന്ന ഇരട്ടച്ചങ്കനാണ്. അദ്ദേഹത്തെ വീഴ്ത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ടാണ് അമേദ്യത്തിൽ ചവിട്ടിയാലും ചാണകത്തിൽ ചവിട്ടരുത് എന്ന് അവര് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ചു. ശരി, എന്തുകൊണ്ടാണ് ഈ സംഘടന നിരോധിച്ചത്? രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് കൊണ്ടാണോ? ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും നവീകരണ പുരോഗമന വളർച്ചാ കാര്യങ്ങൾക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മുതൽക്കൂട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് കേരള എന്ന് തന്നെ പറയണം, ഈ നേതാക്കളെ പോലീസ് ലക്ഷ്യമിട്ടപ്പോ അവരെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇവർക്ക് എന്താണ് അഭിപ്രായം എന്ന് കൂടി ഇവർ പറയണം. അതായത് ഭീകരവാദികളെ, തീവ്രവാദ പ്രവർത്തനങ്ങളുമായി രാജ്യവിരുദ്ധതകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കരുത്, അവരെ കയറൂരി വിട്ടാലേ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റൂന്ന് തന്നെയല്ലേ മനസ്സിലായത്? ഇപ്പോ ഈ സംഘടനയെ നിരോധിച്ച സമയത്ത് ഈ നേതാക്കളെ പോലീസ് ലക്ഷ്യമിടുന്നു എന്നതുകൊണ്ട് മാത്രം പ്രതിഷേധിച്ച് നടത്തിയ ഒരു പ്രകടനം നമുക്കറിയാം. പാർട്ടി അംഗങ്ങൾ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇടതു വലതു പാർട്ടികൾ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരെയൊക്കെ പിരിച്ചുവിടുന്നതിനു വേണ്ടി പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുവാണ്. എന്തിന്? ഈ രാജ്യത്തിന്റെ ക്രമസമാധാന നില മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ മാത്രം. സംസ്ഥാന സർക്കാർ പോലും അതിന് ഒപ്പം നിൽക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവര് പോലും തീവ്രവാദികൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്.
നമുക്ക് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് അനുഭാവികളുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘാടകർ മുന്നോട്ട് വെക്കുന്നത് സംഘവിരോധമാണ്. അതായത് സംഘി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, മുമ്പ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എന്നെ വേശ്യ എന്ന് വിളിച്ചോളൂ, എന്നാലും സംഘി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോ ഇവരുടെ നഖത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഈ സംഘവിരോധമുണ്ടല്ലോ, ഇത് ഈ രാജ്യത്തെ ബാധിക്കുന്ന വിപത്താണ്. ഈ രാജ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുവാണ് അവര്. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുഭാവികളുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ആദ്യം തന്നെ ചെയ്തത് BJP വിരോധം മുസ്ലിങ്ങളിൽ കുത്തിനിറയ്ക്കുക. അതിനവര് ഏറ്റവും വലിയ ഈറ്റില്ലമായി കണ്ടത് മസ്ജിദുകളെയാണ്. പള്ളി മിനാരങ്ങളിലൂടെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉയരുന്ന കുത്തുബകളിലൂടെ അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് BJP വിരോധവും മോദി ഫോബിയയുമാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോഫോബിയ. അതായത് വെള്ളം കണ്ടാൽ പേടിക്കണം, വെള്ളത്തെ പേടിക്കേണ്ട കാര്യമില്ല, അത് ഫോബിക്കാണ്. അതായത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഭയം. ഇത് ഇസ്ലാം ഫോബിയ അല്ല, ഇസ്ലാം ഫിയർ ആണ്. ഇസ്ലാം ഭയപ്പെടേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ്. അപ്പോ മോദിയെ ഭയപ്പെടേണ്ടതല്ല. എന്നിട്ടും മോദി ഫോബിയ ഈ രാജ്യത്തുടനീളം ഇവർ കൊണ്ടു നടന്നത് എന്തിനാണ്? നമുക്കറിയാം, സ്വാമിനാഥൻ നടരാജൻ, അതുപോലെ ഫൈസൽ മുഹമ്മദ് അലി, ഇവരൊക്കെ BBC വേൾഡ് സർവീസ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് വിവാദ മുസ്ലിം ഗ്രൂപ്പായ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇന്ത്യൻ സർക്കാർ 5 വർഷത്തേക്ക് നിരോധിച്ചതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞെട്ടിത്തരിച്ചത് ലോകമാണ്. അതൊന്ന് പുറത്തു പറയാൻ, അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ അതുപോലെ അന്തിച്ചർച്ചയ്ക്ക് പോയിരിക്കുന്ന ചാനൽ മേലാളന്മാരോ തയ്യാറായിട്ടില്ല. കാരണം ഇത് ഫിയറാണ്. ഇവരെ സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായും പറഞ്ഞത്, ചാണകത്തിൽ ചവിട്ടിയോ അമേദ്യത്തിൽ ചവിട്ടിയോ നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് പോകുന്നത്? രാജ്യത്തിന്റെ പബ്ലിക് ഖജനാവ് കൊള്ളയടിക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞു നരേന്ദ്രമോദി രാജ്യം മുഴുവനും സഞ്ചരിക്കുന്നു. രാജ്യം മുഴുവനും സഞ്ചരിച്ചിട്ട് ഖജനാവിന്റെ പണം എണ്ണി അദ്ദേഹം തിന്നുമുടിക്കുന്നു. അദ്ദേഹം ചികിത്സയ്ക്കു വേണ്ടി, നമ്മൾ അറിയണം, ഇതൊക്കെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടുന്ന വസ്തുതയാ, ലോകം അറിയേണ്ടുന്ന വസ്തുതയാ. ചികിത്സയ്ക്കു വേണ്ടി റിപ്പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് ഒരു നാണയത്തൊട്ട് പോലും എടുത്തിട്ടില്ല. വർഷം ഇതുവരെ കേന്ദ്ര ഭരണത്തിൽ ഇരിക്കുക. ഒരു നാണയം പോലും താൻ അധ്വാനിക്കാത്ത പണം തനിക്ക് ആവശ്യമില്ല. കാരണം മക്കളില്ല, തലമുറകളോളം തിന്നാനുള്ളത് രാജ്യത്തെ കട്ടുമുടിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കുടുംബ സമ്പ്രദായവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. മക്കത്തായവും മരുമക്കത്തായവും ഒന്നും ഈ രാജ്യം ഞാനിരിക്കുന്നിടത്തോളം കാലം ഒരു ഭീകരവാദിയും ഒരു തീവ്രവാദിക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം കാരണമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരും അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പടർത്തിവിടുന്ന ഫോബിക്കിൽ അകപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളും പറയുന്നത് ചാണകത്തിൽ ചവിട്ടരുത്. മോദി ഫോബിയ ഇവരിങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ചാണകത്തിൽ ചവിട്ടാത്തത് കൊണ്ട് കേരളത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും നമ്മൾ TV തുറന്നു നോക്കുമ്പോൾ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ തന്നെ ഭയപ്പാടോടുകൂടി അതല്ലെങ്കിൽ നമ്മുടെ അരികത്ത് കുട്ടികളുണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രായമായവരുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇന്നിപ്പോൾ ചാനലുകളായാലും സോഷ്യൽ മീഡിയയിൽ തുറക്കാൻ പറ്റുകയുള്ളൂ എന്ന അവസ്ഥ തന്നെയാണുള്ളത്. ഇന്നു മുതൽ രാവിലെ മുതൽ വാർത്തകൾ കേട്ടതിൽ പ്രധാനപ്പെട്ട 2-3 വാർത്തകൾ നമ്മളിവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട്. ചാണകത്തിൽ ചവിട്ടാത്ത ഈ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിൽ വയനാട്ടിലെ ആ ഒരു കുട്ടിയുടെ കൊലപാതകത്തെ മാറ്റിവെക്കാം, അത് ഇന്നലെ നമ്മൾ കാണുന്നതായതുകൊണ്ട് അത് മാറ്റിവെക്കാം. മറ്റൊരു വാർത്തയായിരുന്നു 80 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധ ഇന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത. എന്തിനു വേണ്ടിയായിരുന്നു ഈ പറയുന്ന ചാണകം ചവിട്ടാത്ത കേരളത്തിൽ ഈ പറയുന്ന സംഘി BJP വിരുദ്ധത പടർത്തിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭീകരന്മാരുടെ കാലുറപ്പിച്ച് നിർത്താൻ വേണ്ടി ഹെഡ് ഓഫീസാക്കി മാറ്റിയ ഇവിടെ എന്തുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടത് വന്നത് എന്ന് ചിന്തിക്കുന്നില്ല. ഇവിടത്തെ പ്രബുദ്ധനാണ് ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന മലയാളി എന്നതാണ് യാഥാർത്ഥ്യം. ആ അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പെൻഷൻ തുക മുടങ്ങിയിട്ട് ആഴ്ചകളായി എന്നുള്ള വാർത്ത ഒരു മലയാളിയും പ്രചരിപ്പിക്കും
പ്രചരിപ്പിക്കില്ല, ഒരു മാധ്യമവും പ്രചരിപ്പിക്കില്ല. മാത്രമല്ല മലയാളിയുടെ വീട്ടിൽ സംഭവിച്ചാൽ മാത്രമേ അത് എന്നെ ബാധിക്കുന്ന വിഷയമാവുകയുള്ളൂ എന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങളും അതുപോലെ വൃദ്ധസദനങ്ങളുമുള്ള ഈ കേരളം എന്നത് എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ വൃദ്ധകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ കാര്യമായിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാത്ത മനുഷ്യന്മാരായി മാറിയിട്ടുള്ള ഈ കേരളത്തിൽ കേട്ട ആ ഒരു വാർത്തയെ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അത് ചാണകത്തിൽ ചവിട്ടാത്ത കേരളത്തിൽ നിന്ന് മാത്രം ഇന്ന് കേൾക്കുന്ന വാർത്തയാണ്. മറ്റൊന്നാണ്, നമ്മൾക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിലേക്ക് നോക്കി ഏകദേശം മോദി സർക്കാർ വരുന്നതിന് മുൻപ് 10 വർഷങ്ങൾക്ക് മുൻപ് നോക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിലേക്കും അതല്ലെങ്കിൽ യോഗി സർക്കാർ വരുന്നതിന് മുൻപ് ഉത്തരേന്ത്യയിലേക്കും മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് റെയിൽവേ പാളത്തിൽ തൂറുന്നവനല്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ റെയിൽവേ പാളത്തിൽ ഇരുന്ന് കക്കൂസ് ഉപയോഗം നടത്തുന്നവരല്ലേ നിങ്ങളൊക്കെ, മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ട്രോളുകളും ഇന്ന് പോലും കണ്ടു. മനുഷ്യനാവാനും ഹിന്ദു ആവാനും 2 തരം തിരിച്ചാണ് ഇവർ പറഞ്ഞത്. ഉത്തരേന്ത്യയിലും മറ്റു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുവായി ജീവിക്കാം, പക്ഷേ മലയാളത്തിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന ആ ഒരു മുദ്രാവാക്യമൊക്കെ ഉയർത്തി നടക്കുന്ന ട്രോളുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ ഇഷ്ടംപോലെ കണ്ടു. അത്തരത്തിൽ ഈ മലയാള നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാ മനുഷ്യന്മാർ മാറിക്കൊണ്ട് ഈ പറയുന്ന മനുഷ്യന്മാരല്ല ഇവിടെയുള്ളത്, കൃമികീടങ്ങൾക്ക് തുല്യമായിട്ടുള്ള മനുഷ്യന്മാർ പോലും ആണ് ഇന്ന് ഇവിടെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വയനാട് കൊല്ലപ്പെട്ട ആ കുട്ടിയെ SFI എന്ന് പറയുന്ന കൊടും ഭീകര സംഘം എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ആ സംഘടന 3 ദിവസം അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ഭക്ഷണം പോലും വെള്ളം പോലും കൊടുക്കാതെ കൊന്നൊടുക്കിയ കുട്ടി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആ കൊന്നൊടുക്കിയ കുട്ടിയെ കാണണമെന്നുണ്ടെങ്കിൽ പ്രബുദ്ധ കേരളത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. അത് ചാണകം ചവിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. സുരേഷ് ഗോപി ആയാലും അതല്ലെങ്കിൽ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ BJPയിലേക്ക് മാത്രം വന്നുകൊണ്ട് അതല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാണകത്തിൽ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടും അറിയാം, തലയ്ക്കുള്ളിൽ ആൾതാമസമുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ള ആളുകൾ കൃത്യമായിട്ട് ചാണകത്തിൽ ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു വിവരവും ഇല്ലാത്ത ഈ പറയുന്ന ഇസ്ലാമിക ഭീകരത മാത്രം തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന KT ജലീലുമാരെ മാത്രം വിജയിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും ആക്കിയിട്ടുള്ള ഈ നാട്ടിലേക്ക് ഇത്തരത്തിൽ പ്രബുദ്ധരായിട്ടുള്ള അതല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കയറി വരുമ്പോൾ ഏതിൽ ചവിട്ടുന്നു എന്നുള്ളതും KT ജലീലുമാർ എന്തിൽ ചവിട്ടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിജി വിഭാവനം ചെയ്തിട്ടുള്ള ഭരണം കൃത്യമായിട്ട് 2014 ശേഷം നാരിയുടെ കീഴിൽ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ആ പരിശോധന ഒന്നുകൂടി എക്സ്പെർട്ടോട് കൂടി പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ പറയുന്ന വിപിൻ ലാൽ തന്നെയാണ്. വിപിൻ ലാലെ, എന്താണ് നിന്റെ ചൊറിച്ചിലൊക്കെ ഞങ്ങൾ മാറട്ടെ, തുടങ്ങിക്കോ നിന്റെ ചൊറിച്ചിൽ. ടീച്ചർക്കും നമസ്കാരം. നമ്മള് ടീച്ചർ ആദ്യം പറഞ്ഞു നമ്മുടെ കേരളത്തിൽ ചാണകം ചവിട്ടാൻ ഒരുപാട് ആളുകൾക്ക് മടിയാണ്. പക്ഷേ 2016 തിരുവനന്തപുരം നേമം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ചാണകത്തിൽ ഒരു പ്രാവശ്യം ചവിട്ടിയതാണ്. ചാണകത്തിൽ ചവിട്ടിയ സമയത്ത് പിന്നീട് 5 വർഷത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഈ കേരളത്തിലുള്ള ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ ഒരു ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകളുമായിട്ട് കൃത്യമായിട്ട് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേമം നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്ന ഒരു സമയമുണ്ടായി. അതിനുശേഷം ഈ രാജഗോപാൽ നമ്മുടെ കുമ്മനം രാജശേഖരൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നൊരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് SPK-യുടെ നേമം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് പരസ്യമായിട്ട് മാധ്യമങ്ങളെ വിളിച്ച് ഒരു വിഷയം പറഞ്ഞു. ഒറ്റ കാര്യം മാത്രമാണ്, ഞങ്ങൾക്ക് ഇവിടെ BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങൾക്ക് 10,000-ന് മുകളിൽ വോട്ടുകളുണ്ട്. അപ്പോ ഈ 10,000-ന് മുകളിലുള്ള വോട്ടുകൾ ഞങ്ങളത് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് തന്നെ ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി പറഞ്ഞതാണ്. ഈ വിഷയം പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക മതമൗലികവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലും അതിനെതിരെ ഒന്ന് പരസ്യമായിട്ട് പ്രതികരിക്കാനൊന്നും ഇവിടുത്തെ ഒരു ഇടതുപക്ഷക്കാരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ നിലവിൽ വിജയിച്ച ശിവൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി പോലും അന്ന് തയ്യാറായിരുന്നു. അപ്പോ കൃത്യമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ വിഷയം. ഇവിടെ സംഘം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള BJP അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, വരാൻ പാടില്ല. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട്. നമ്മള് ഈ പറയുന്ന നമ്മുടെ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുന്ന സമയത്ത് എന്തായിരുന്നു, നമ്മുടെ സംസ്ഥാനം മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലും പരസ്യമായിട്ട് ഹമാസിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒറ്റ കാര്യം മാത്രം നടത്തി, നിരവധി ധർണകളും പ്രചരണങ്ങളും പൊതുപരിപാടികളും.
ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഇവിടെ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഒരു ക്രിസ്ത്യൻ വൈദികൻ ആക്രമിക്കപ്പെട്ടു. ഈ ക്രിസ്ത്യൻ വൈദികൻ ആക്രമിക്കപ്പെട്ട സമയത്ത് ആരെങ്കിലും ഇവിടെ പ്രതിഷേധമായിട്ട് വന്നില്ല. ഇതുപോലെ തന്നെ മണിപ്പൂർ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂരത്തെ വിഷയം കേരളത്തിൽ കത്തിക്കാൻ വേണ്ടി, ഇത് പ്രധാനമായിട്ട് മോദിയുടെയും അമിത്ഷായുടെയും പ്ലാനിങ് ആണെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ ഈ ഹമാസിന് അനുകൂലമായിട്ട് നടത്തിയതുപോലെ മണിപ്പൂരിലെ ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ഈ ക്രിസ്ത്യൻ വൈദികൻ ഇവിടെ നമ്മുടെ ഈ തൊട്ട് അടുത്തുള്ള ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ ആക്രമിക്കപ്പെട്ടിട്ട് ഇവിടെ ഒരാളും ഒരു പ്രതിഷേധവുമില്ല, ഒരു സംസാരവുമില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ മോദിയെ അല്ലെങ്കിൽ മോദി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ക്രിസ്ത്യൻ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇസ്ലാം സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് കാണിച്ചുകൊണ്ട്, രാമക്ഷേത്രം എന്നുള്ള അയോധ്യയിലെ ആ ഒരു സംവിധാനം മാത്രമല്ല ബാക്കി പല പള്ളികളും ഇനി ഇവിടെ ക്ഷേത്രങ്ങളാകാൻ പോവുകയാണ് എന്നെല്ലാം. അപ്പോ ഇങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ ഇപ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ സംവിധാനം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നുണ്ട്. അവരുടെ ഏകദേശം 100 താഴെ നേതാക്കന്മാർ മാത്രമാണ് ഇന്നിപ്പോ തിഹാർ ജയിലിൽ കെടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംവരണ ജയിലൊക്കെ കേന്ദ്ര സർക്കാർ ഒരുക്കുന്നു. അപ്പോ ഈ ഒരു സാഹചര്യത്തിലും അവരുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അണികൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ മോദി വിരോധം, അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം. അപ്പോ BJPക്ക് കേരളത്തിൽ ഇപ്പൊ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിലൊക്കെ വിജയ സാധ്യതയുള്ള ഒരു 6 പാർലമെന്റ് മണ്ഡലങ്ങൾ, തിരുവനന്തപുരം, തൃശ്ശൂര്, പത്തനംതിട്ട, അതോടൊപ്പം തന്നെ പാലക്കാടും കാസർഗോഡ് അടക്കമുള്ള സ്ഥലങ്ങൾ. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ BJPക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ സാധിച്ചാലും ഇതെല്ലാമാണ് ഇവരുടെ ടെൻഷൻ. പ്രത്യേകിച്ച് തൃശ്ശൂർ ഒരു വലിയ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോ ഈ ടെൻഷനെ എങ്ങനെ മറികടക്കും? ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്ന ഒരു കൃത്യമായിട്ടുള്ള വിഷയം മാത്രമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിലേക്ക് ഇവര് നിരന്തരമായിട്ട് ഈ മോദിയുടെ ഫാസിസം എന്ന് പറയുന്ന ഈ സംവിധാനം ഇങ്ങനെ നിരന്തരമായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മളിതൊക്കെ കാണുന്ന സമയത്ത്, നമ്മളിതൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം, അത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് അതിനെപ്പറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 2014 നമ്മൾ എല്ലാവരും 2014 മോദി അധികാരത്തിൽ വരും എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി തന്നെയാണ് വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണമായത്. ഏകദേശം 2004 മുതൽ 2014 വരെ രാജ്യം മുഴുവൻ കട്ടുമുടിച്ചുകൊണ്ട് ഏകദേശം കോടിക്കണക്കിന് ലക്ഷം കോടി ഇവിടെ അഴിമതി നടത്തിക്കൊണ്ട്, എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും അതിൽ അഴിമതി നടത്തിക്കൊണ്ട് തങ്ങളുടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ള കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളുടെയും നിരന്തരമായിട്ടുള്ള കലാപരിപാടി കാരണം ജനങ്ങൾക്ക് പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു തേജസ്വി ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ രാഷ്ട്രത്തിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരാൻ പോവുകയാണെന്നുള്ളൊരു സാഹചര്യം. അപ്പൊ അദ്ദേഹത്തിന് BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഏകദേശം 400-ന് മുകളിൽ റാലികളാണ് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നടത്തിയത്. ഈ റാലികൾ നടത്തുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് മനസ്സിലാക്കുന്നത്, രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ 10 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കും. 10 ലക്ഷം, നമ്മളതൊരു നിസ്സാരമായിട്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കാത്തൊരു കാര്യമാണ്. അത് ബീഹാറിലെ പട്നയിലായിരുന്നു. 2014 ഈ പ്രോഗ്രാം നടക്കുന്നതിന്റെ തൊട്ടു മുന്നോടിയായിട്ട് ഈ പരിപാടി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര ആർമി ഇന്റലിജൻസും അതുപോലെ തന്നെ ബീഹാറിലെ ഇന്റലിജൻസ്, സംസ്ഥാന ഇന്റലിജൻസ് എല്ലാം തന്നെ ഒരു കാര്യം കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നിർദ്ദേശിച്ചു. വിഷയം ഒന്നായിരുന്നു, മോദിയുടെ ഈ പരിപാടിക്ക് നേരെ ഇന്ത്യൻ മുജാഹിദീൻ ചാവേർ ആക്രമണം നടത്താൻ പോവുകയാണ്, ഉറപ്പായിട്ടും നടക്കും. ഇത് പറഞ്ഞ് ഒരു തരത്തിലുമുള്ള പ്രതികരണവും നടത്താതെ ആർക്ക് വേണമെങ്കിലും ഇവിടെ ചാവേർ ആക്രമണം നടത്താം, അതിലൊന്നും പ്രശ്നമില്ല എന്നുള്ള നിലയിലേക്ക് ഈ ഇന്ത്യൻ മുജാഹിദീൻകാരുടെ പ്രധാന ലക്ഷ്യം നരേന്ദ്രമോദി തന്നെയാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത്? റാലി നടക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുന്നേ ഈ റാലിയുടെ ഉള്ളിൽ 7 സ്ഫോടനങ്ങൾ നടന്നു, 7 സ്ഥലങ്ങളിൽ. അതിൽ 100 അടുത്ത ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി. ഇന്നും അതിൽ നിന്ന് മോചിതരാകാത്ത ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ 7 BJP പ്രവർത്തകർ ആ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ നമ്മള് ഈ സ്ഫോടനം എല്ലാം നടക്കുന്ന സമയത്ത് ഈ സ്ഫോടനത്തിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മോദി എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്തുക. മോദി അന്ന് അവർക്ക് കൊലപ്പെടുത്താൻ സാധിച്ചിരുന്നു എങ്കിൽ
ഇന്ന് ഈ പറയുന്ന നമ്മൾ പോലും ഇങ്ങനെയുള്ള ചിലപ്പോൾ ഒരു ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം കിട്ടാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. കൂടാതെ നമ്മൾ എല്ലാവരും ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ നിരന്തരമായിട്ട് പ്ലാൻ ചെയ്ത്, അപ്പൊ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിരന്തരമായിട്ട് നടപ്പിലാക്കി ഒരുപാട് തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ഈ പട്നയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലവ് ജിഹാദിന് ബന്ധമുണ്ട്. ആ ബന്ധം നോക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ചില അതിർത്തി പ്രദേശങ്ങൾ നമ്മൾ ഒന്ന് ഉറ്റുനോക്കുന്നത്. ഈ ബീഹാർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെയും ഒന്നിച്ച് അന്വേഷണമായിട്ട് അവസാനം എത്തിപ്പെട്ടത് നമ്മുടെ ഈ കാസർഗോഡ് മംഗലാപുരം ബോർഡറിലെ ആയിഷ ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയിലേക്കാണ്. ഈ ആയിഷ ബാനുവിന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമൊക്കെ ഈ ഭീകരവാദികളുടെ കൈകളിലേക്ക് കൈമാറി. അപ്പൊ ആയിഷ ബാനുവിലേക്ക് ഒന്നും കൂടി ആഴ്ന്നിറങ്ങി സംസാരിച്ച സമയത്ത് അല്ലെങ്കിൽ അന്വേഷിച്ച സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആശ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദികൾ ആ പെൺകുട്ടിയെ മതം മാറ്റി ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി. ഇനിയെങ്കിലും ഈ പറയുന്ന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറയുക അത് ലവ് ജിഹാദ് അല്ല, അതിങ്ങനെ ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് ഇവരിങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മൾ മുഴുവൻ നടത്തുന്ന വർഗീയ പ്രചരണമാണ് എന്നുള്ള രീതിയിലേക്ക് അതുപോലെ തന്നെ ഇതൊക്കെ വെറും ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പോ നിമിഷയും മെറിൻ ജോസഫും അടങ്ങുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇറാഖിലേക്കും സിറിയയിലേക്കൊക്കെ പല വട്ടങ്ങളിലായിട്ട് പോയതൊക്കെ നമ്മളുടെ മുന്നിൽ മറ്റ് തെളിവുകൾ ഉള്ളപ്പോൾ അപ്പോഴും ചോദിക്കും ലവ് ജിഹാദിലാണ്. അപ്പോ ഇപ്പൊ പ്രധാനമായിട്ട് ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ഇല്ല എന്ന് ഈ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറയുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള കിഷൻജി, അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി പോയി പാർലമെന്റിൽ. ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇല്ല, അതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോ ആ വിഷയം പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തെ പറ്റിയിട്ട് കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ പാർലമെന്റിൽ പോലും BJP-യുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ കിടന്നിട്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത്? കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇവരുടെ ഒരു ദുഷ്ടമുനയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, എത്രത്തോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇവിടുത്തെ മതം മാറ്റിയാലും അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഇത് ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പ്രചരിപ്പിക്കും. ലവ് ജിഹാദ് എന്നുള്ള പേരില്ല എന്ന് മാത്രമേ കേന്ദ്ര ആഭ്യന്തരത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളൂ. വിപിലാലെ, നരേന്ദ്രമോദി ആയിരുന്നില്ല കേന്ദ്രത്തിലെങ്കിൽ ഇന്ന് ധാരാളം ആളുകൾ ഇപ്പോഴും സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ച് അറാൻകുട്ടികളെയും പ്രസവിച്ച് ലൈംഗിക അടിമകളായി കെട്ടിയോമാർ ഇരുമ്പ് ചെട്ടിയിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുമായിരുന്നു അല്ലെ? അതെ അതെ. അപ്പോ ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തിന്റെ പേരില്ല എന്ന് മാത്രമാണ് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി പറഞ്ഞത്. നമ്മൾ നമ്മുടെ നാട്ടില് നോക്കുന്ന സമയത്ത് ഇവിടെ മയക്കുമരുന്ന് വിപിലാല് സംസാരിക്കുമ്പോ കൈ ഇതിന്റെ മൈക്രോഫോണിൽ തട്ടിയിട്ടാണ് ആ ബും ബും എന്നുള്ള ശബ്ദം വരുന്നത് കേട്ടോ. ഇവിടെയാണ് മൈക്രോഫോൺ വരുന്നത്, അതിന്റെ ഹെഡ്സെറ്റിന്റെ ഇവിടെ ഇയർഫോൺ വരുന്നത്, ഇവിടെ മൈക്രോഫോൺ വരുന്നുണ്ട്. അത് തട്ടാതെ സംസാരിച്ച ഒന്നുകൂടെ ഭംഗിയാവും. ഓക്കെ, തുടർന്നു. അപ്പൊ നമ്മള് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് മാഫിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഉണ്ട്, മയക്കുമരുന്ന് മാഫിയ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ഏതെങ്കിലും മയക്കുമരുന്ന് മാഫിയ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ബോർഡ് വെച്ചിട്ടോ ഏതെങ്കിലും സംഘടനയുടെ പേരിലോ ഇങ്ങനെ ഒരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ മയക്കുമരുന്ന് മാഫിയ ഉണ്ട് എന്നുള്ളതിന് ഒരാൾക്കും തർക്കമില്ല. അതുപോലെ തന്നെയാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനയുടെ സംവിധാനമൊന്നും പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംവിധാനം, അപ്പോ ഇതടങ്ങുന്ന ഒരുപാട് ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇതിന്റെ അടിവേർ ഇറക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലേക്ക് കൃത്യമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനം നടത്താൻ വേണ്ടിയിട്ട് 9 കോടി രൂപ സമാഹരിച്ചു എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ദില്ലിയിലും അടങ്ങുന്ന പല സ്ഥലങ്ങളിലും ഈ കേരളത്തിൽ നിന്ന് പണം കേരളത്തിൽ നിന്ന് സ്വരൂപിച്ച് ഇവിടെ നിന്ന് തന്നെ ആയുധ പരിശീലനം നടത്താൻ ആളുകൾ പോയത് NIA ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കും എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യത്തെ ഈ ഭീകരവാദ വർഗം കൊണ്ടുപോയിരുന്നു. ദില്ലി കലാപം അടക്കം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇത് എത്രത്തോളം വലിയ രീതിയിൽ ഒരു പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം അത് പാർലമെന്റിൽ പാസ്സാക്കിയ സമയത്ത് ഇതിനെ കൃത്യമായിട്ട് ഒരു കലാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, കലാപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പറ്റി.
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. കോടതിയിൽ NIA PFI നിരോധിക്കുന്ന സമയത്ത് പറഞ്ഞ ഏറ്റവും മുഖ്യമായിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്നാണ്. ഒന്ന്, ദില്ലി കലാപം. 2, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം. 3, ബാംഗ്ലൂരിൽ 2020 കൃഷ്ണാഷ്ടമി ദിനത്തിൽ ഒരു കോൺഗ്രസ് നേതാവ്, ദളിത് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ സഹോദരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ശ്രീകൃഷ്ണനെ അനുകൂലിച്ചു. അതിലെ ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ ആ ഒരു വർണ്ണനകളോട് കൂടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ട സമയത്ത് 16,000 ഭാര്യമാരെ കൊണ്ടു നടക്കുന്ന ഇവനാണോ നിങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജിഹാദി വന്ന് കമന്റ് ഇട്ടു. ഇതിനെതിരെ പുള്ളിക്കാരനൊരു തിരിച്ചൊരു കമന്റ് ഇട്ടു. ഈ കമന്റ് ഇട്ടതിന്റെ പേരിൽ ഒരു ദിവസം രാത്രി മുഴുവനും ബാംഗ്ലൂർ നഗരം ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ നിർത്തി കത്തിച്ചു എന്നുള്ളൂ. അപ്പൊ നമ്മള് ഒന്ന് ചിന്തിക്കാം, അന്ന് 350-ന് മുകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ കർണാടക BJP സർക്കാർ, യെദ്യൂരപ്പ സർക്കാർ അന്ന് പിടിച്ച് ജയിലിട്ടു, UAPA ചുമത്തിക്കൊണ്ട്. ഇന്നും ആ ഭീകരവാദികൾ ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും മൃഗീയമായിട്ടുള്ള മാനസികാവസ്ഥ എന്താണെന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിലവിൽ കർണാടകയിലെ സർക്കാർ, അവിടുത്തെ പരമേശ്വര പറഞ്ഞിരിക്കുന്ന ഒരു 3 മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. ഈ ബാംഗ്ലൂർ കലാപത്തിൽ UAPA ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളെ പുറത്ത് വിടും, അവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കും. ഹിന്ദു ക്ഷേത്രങ്ങള്, ഹിന്ദു സ്ഥാപനങ്ങള്, ഹിന്ദുവിന്റെ വീടുകള്, ഇതെല്ലാം കൃത്യമായിട്ട് നേരത്തെ മുൻകൂട്ടി അത് പ്ലാൻ ചെയ്ത് ആക്രമിച്ച ഈ പറയുന്ന ജിഹാദി ഭീകരവാദികളെ കൃത്യമായിട്ട് കോടതി നിർദ്ദേശപ്രകാരം തന്നെ ജയിലിൽ അടക്കപ്പെട്ടിട്ട് അവിടെ അധികാരത്തിലേക്ക് ഇരിക്കുന്ന കോൺഗ്രസ് പറഞ്ഞിട്ടാണ് ഈ പോപ്പുലർകാരെ ഞങ്ങൾ തോന്നുന്നത്. അപ്പോ ഈ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കും. അവിടെ അത്രയും ഹിന്ദു 80% ഹിന്ദു ഭൂരിപക്ഷമുള്ള കർണാടകയുടെ അവസ്ഥ ഇതാണെങ്കിൽ, ഏകദേശം 45-നും 50-നും ഇടയിലുള്ള കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രം ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ന്യൂനപക്ഷ വോട്ടൊക്കെ സംഘടിതമായിട്ടുള്ള സ്ഥലത്ത് ഇവിടുത്തെ കോൺഗ്രസും CPM ഏത് തരത്തിൽ നിലപാടെടുക്കുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ ചാണകം ചവിട്ടണോ ചാണകം ചവിട്ടണ്ടേ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനിക്കും. അതിന് വിപിൻലാലെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നരേന്ദ്രമോദിക്കെതിരായ ഒരു പടനീക്കം നടക്കുന്നുണ്ട്. അത് കേവലം ഭരണം പിടിക്കുക എന്നത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ചിട്ട് ധാരാളം 1000-കണക്കിന് 10,000-കണക്കിന് അഴിമതി കേസുകളിൽ മുങ്ങിക്കിടക്കുന്ന സോണിയാഗാന്ധി മുതൽ മമതാ ബാനർജി വരെയുള്ള ആളുകളുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് മോദിയുടെ. സോണിയാഗാന്ധി എന്ന് പറഞ്ഞതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ആളുകൾ അതിനെ ഗാന്ധിയുടെ പേരക്കുട്ടിയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഇവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഗണ്ഡി എന്ന് പറയാനുള്ള അർഹത അതല്ലെങ്കിൽ ആ യോഗ്യത ടീച്ചർക്കില്ല. അല്ലെങ്കിൽ ടീച്ചർ അത് കൃത്യമായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആരാണ് ഈ ഗണ്ഡി, അതല്ലെങ്കിൽ ആരാണ് ഗാന്ധി? ഇവർ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണോ എന്താന്നുള്ളത്. ഇന്നും ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിലൂടെ ഈ ആളുകളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് നടക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ ഇതുപോലെ ചോദിക്കുന്നുണ്ട്, മഹാത്മാഗാന്ധിയുടെ ആരാണ് രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ആരാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്നുള്ള സമയത്ത്. അപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധി ഈ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണെന്നൊക്കെ പറയുന്നത്. അത്രയ്ക്ക് നല്ല വിവരത്തിലിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ടീച്ചർ ഗാന്ധി എന്ന് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. അതിനെ മഹാത്മാഗാന്ധിക്ക് 3-4 ആൺമക്കളല്ലേ, അവർക്കാർക്കും ഇവരുമായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പോട്ടെ. അപ്പോ സോണിയ മുതൽ കഴിഞ്ഞല്ലോ, മമതാ ബാനർജി വരെ, ഇപ്പൊ ശരിയായില്ലേ? സോണിയ ഗാന്ധി മുതൽ അല്ല, ഗാന്ധി അല്ലല്ലോ, ഗാന്ധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം ഗണ്ഡിയാണെന്ന്. പോട്ടെ. സോണിയ മുതല് മമതാ ബാനർജി വരെയുള്ള ആളുകളുടെ അഴിമതിയിൽ മുങ്ങിയ കഥകൾ, അവരുടെ രാഷ്ട്രീയ ഭാവി, ഇതൊക്കെ തകിടം മറിയും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ. നമുക്കറിയാം ചിദംബരം, അദ്ദേഹത്തിന്റെ മകൻ കാർത്തിക് ചിദംബരം, പ്രിയങ്കയുടെ ഭർത്താവ് വാദ്ര അല്ലെ, അയാള്, അവർക്കൊക്കെ ജയിലുകളുടെ വാതിലുകൾ തുറക്കാൻ വേണ്ടിയായിരിക്കും ഇനി നരേന്ദ്രമോദിയുടെ വരവ്. കാരണം അവർ ഈ രാജ്യത്തിനെതിരെ ചെയ്തിട്ടുള്ള സകലമായ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ച് നരേന്ദ്രമോദി പുറത്തെടുക്കും. പാകിസ്ഥാനെ വരെ ഏറ്റവും ഒടുവിൽ കൂട്ടുപിടിച്ച്
നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ തുടർച്ച തടയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചവിട്ടി നിൽക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തില് ഇന്ത്യയില് തീവ്രവാദം ഏതാണ്ട് ഒരു ബാലികേറ മലയായി മാറി. അവർക്ക് ഒരു വിധത്തിലും അങ്ങോട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം സാദിഖ് ബാഷ, കൊടും ഭീകരനായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് ഭാർഗവ റാം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അത് കുറിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ട് എത്ര മാധ്യമങ്ങളാണ് ആ വാർത്ത ഹൈലൈറ്റ് ചെയ്തത്? നമ്മൾ കണ്ടോ? എന്തുകൊണ്ടാണ്? അയാളുടെ പേര് സാദിഖ് ബാഷ എന്നാണ്. അയാൾ ഒരു ടീച്ചർ അവര് പോലീസ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ വരുന്ന പോലെ എന്നുള്ള രീതിയിലായിരുന്നു. പോലീസിന്റെ സ്റ്റിക്കർ എങ്ങനെയാണ് ആ കാറിൽ വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വേറെ ഏതെങ്കിലും ആയിരുന്നു അയാളുടെ പേരെങ്കിൽ, ഇനിയിപ്പോ ഒരു കുറി തൊട്ടവനാണ്, അതല്ലെങ്കിൽ ഒരു കാവി ഉടുത്തവനാണ്, ഒരു രാഖി കെട്ടിയവനാണ്, ഒരു ലോഹ ഇട്ടവന്റെ ഏതെങ്കിലും ഒരു പരമ്പരയിൽപ്പെട്ട ഒരു അങ്ങനത്തെ ഒരു പേരാണ് അച്ചായന്മാരുടെ, എന്താകുമായിരുന്നു? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മുക്കാൽ വണ്ണൊക്കെ അത് ആഘോഷിക്കുമായിരുന്നില്ലേ? ഇപ്പോ വിദേശ പണം ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ വിപിൻലാൽ പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ ഇന്ന് കണ്ട വാർത്തയാണിത്. ഈ സാദിഖ് ബാഷ പിരിച്ചതാണ് കേരളത്തിൽ നിന്ന് തീവ്രവാദത്തിന് വേണ്ടി. ഇപ്പം കർണാടകയിൽ സിദ്ധരാമയ്യ വന്നപ്പോൾ അബ്ദുൽ നാസർ മദനിയുടെ എല്ലാ വാതിലുകളും തുറന്നു. കാരണം മുസ്ലിം പ്രീണന നയമാണ് അവിടെയും. അപ്പോ കോടിക്കണക്കിന് പണം തീവ്രവാദത്തിന് വേണ്ടിയും ഈ സ്വതന്ത്ര ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഒഴുകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കോടിക്കണക്കിന് വരുന്ന വിദേശ പണം കൈപ്പറ്റുന്ന തീവ്രവാദികൾക്ക് ഒരൊറ്റ ആക്രമണം പോലും നടത്താൻ പറ്റാത്ത രൂപത്തിൽ മോദി ഈ ഭാരതത്തെ സൈനികരെ കൊണ്ട് വലയം ചെയ്യിപ്പിച്ചു. കാശ്മീരിൽ എന്താ ഇപ്പൊ കല്ലേറുകൾ ഇല്ലാത്തത്? അല്ലെങ്കിൽ കാശ്മീരില് ദിവസം 3-4 കല്ലേറുകളായിരുന്നു സൈനികർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. എന്താ ഇല്ലാത്തത്? നരേന്ദ്രമോദി ശക്തമായ രൂപത്തിലുള്ള നിയമ സംവിധാനത്തിലൂടെ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യിപ്പിച്ചു. നിരവധി ജില്ലകളില് സമാന്തരമായി ഭരണം നടത്തിയിരുന്ന മാവോയിസ്റ്റുകളുടെ നടുവൊടിച്ച ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. ഇത്തിൽ കണ്ണികളായി സാംസ്കാരിക, ചരിത്ര, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ കമ്മിക്കൂട്ടങ്ങൾ എന്താണ് ഈ നാടിനു വേണ്ടി ചെയ്യുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ജനഗണമംഗളദായ ഒക്കെ കണ്ടില്ലേ? ഇവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഇവരാണ് നമ്മുടെ നാട് ഇത്രയും കാലം ഭരിച്ചത്. എങ്ങനെ ഉണ്ടാകും? സജി ചെറിയാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മുടെ ഭരണഘടനയെ കുറിച്ച് പറയാ, കുന്തവും കൊടച്ചക്രവും ഒക്കെ. എന്റെ മോന് 13 വയസ്സേ ഉള്ളൂ. വളരെ ഭംഗിയായി ജനഗണമന പാടും. കാരണം അവൻ പഠിക്കുന്നത് അമൃത വിദ്യാലയത്തിലാ. അവരാദ്യം പഠിപ്പിക്കുന്നത് ദേശസ്നേഹമാണ്, ഈ രാജ്യമാണ് പ്രധാനം. അതുപോലെയായിരുന്നു പഠിച്ചിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു താത്ത ജനഗണമന പാടി. എല്ലാരും മാപ്പിളപ്പാട്ടാണോ? ടീച്ചറെ എന്റെ നാട്ടുകാരിയാണ്. നമ്മുടെ വാരിയംകുന്നന് സ്മാരകം വരുന്ന ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാന ജനപ്രതിനിധിയാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം അതോ എഴുന്നേറ്റ് നിന്ന് തനിക്ക് അറിയാമോ ഇല്ലേ? ബൈജു, ഒന്നാമത്തെ കാര്യം, ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് വിവരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിവരം. എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയില്ല, ശരി, നമ്മൾ സംസാരിക്കണ്ട. സ്വന്തം ദേശീയ ഗാനം പോലും അറിയാത്ത ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ജനഗണമംഗള ലോകം കേൾക്കുവാണിത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി 9436 ഇവരാണ് ഈ നാട് ഭരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ശിവനണ്ണനൊക്കെ ഭരിക്കുന്നിടത്തോളം കാലം വിദ്യാഭ്യാസം ഒരു ബാലികേറാമലയാണോ? ഇപ്പൊ കഴിഞ്ഞ കൊറോണ കാലത്ത് എഴുതാത്ത പരീക്ഷയ്ക്ക് വരെ A+ കിട്ടിയ കുട്ടി ആരാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചോദിച്ചാല് സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് വരും. കൊറോണയ്ക്ക് ഒരു കമ്പ്യൂട്ടർ പരീക്ഷയുണ്ട്, ആരും പരീക്ഷ എഴുതിയിട്ടില്ല. എന്റെ മോനും കൊറോണ ബാച്ചാണ്. A+ എല്ലാവർക്കും. എന്ത് സിസ്റ്റമാണെന്ന്. ഇവരാണ് ഈ നാട് ഇനിയും ഞങ്ങൾ എന്തോ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ചാണകസംഖി, ചായക്കടക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഇവരുടെ ഹിഡൻ അജണ്ട ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. പറഞ്ഞോ ബൈജു.
മറ്റൊരു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വീഡിയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ SLC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ ടോട്ടൽ കൗണ്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 11 ലക്ഷത്തിൽ അങ്ങനെ എത്രയോ തുടങ്ങുന്ന ഒരു കൗണ്ട് ആണുള്ളത്. പുള്ളി പറയുന്നത് നമ്മൾ സാധാരണ കൈരളി TV ഏകദേശം ഒരു 12 1 മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് പറയും. 1 1 2 1 3 ആ രീതിയിൽ 1 1 പോലും പറയുന്നില്ല. 1 1 2 2 3 3 4 അതേ രീതിയിൽ. ഒരു കാര്യമുണ്ട് ബൈജു, ബുദ്ധിയുള്ളവന് ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്ന് 2 തവണ കൊത്തു കിട്ടൂല. ഒരിക്കൽ പറഞ്ഞ കണക്കിന്റെ ഇവിടെ കിടക്കുക. അപ്പൊ അതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മഹത്വം. ചാണകം ചവിട്ടിയ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മാത്രമല്ല ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ച അതിൽ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ മറ്റൊരു വാർത്ത വന്നിരുന്നു. 4000 കോടി രൂപ ഈ കേരളത്തിന് വേണ്ടി കേന്ദ്രം വീണ്ടും കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത. നമുക്ക് ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ഇവിടെ പാവപ്പിടിച്ച വിധവാ പെൻഷൻ ആയാലും വാർദ്ധക്യ പെൻഷനായി ഇത് കൊടുക്കാൻ പൈസയില്ല, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അരിയോ അതല്ലെങ്കിൽ വില കുറഞ്ഞ സാധനങ്ങൾ സപ്ലൈക്കോ വഴി കൊടുക്കാൻ പൈസയില്ല. പക്ഷെ പിണറായി വിജയനും മന്ത്രിമാർക്കും ആർഭാട ജീവിതം നയിക്കാനും മകൾക്കായാലും മകനായാലും മരുമകനായാലും കട്ടുമുടിക്കാനും കാശുണ്ട്. അതിനൊക്കെ നികുതി കാശ് പിരിക്കുക മാത്രമല്ല പല രീതിയിൽ ജനങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയായപ്പോ എന്നെ ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർ എന്നെ വിളിച്ചിട്ട് പറയുന്നു, നോക്കൂ നിങ്ങളുടെ കെട്ടിട നികുതി അടച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കെട്ടിട നികുതി മാർച്ച് 31 അടച്ചാൽ മതിയല്ലോ. അപ്പൊ പുള്ളിക്കാരി പറയാണ് അതല്ല ബൈജു, ഈ നാളെ തന്നെ പറ്റുകയാണെങ്കിലും അടയ്ക്കണം. ഞാൻ ചോദിച്ചു എത്ര രൂപയാണ്? അപ്പൊ പറഞ്ഞു 366 രൂപയാണ്. ഞാൻ പറഞ്ഞു ശരി, 31 വരെ സമയമുള്ളത് കൊണ്ട് അടയ്ക്കാതെ ഇരുന്നതാണ്. അപ്പൊ ഇവർ പറയുകയാണ് ഈ പൈസ ഞങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് കിട്ടാനുള്ള വെള്ളം കൂടി ഉണ്ടല്ലോ, അതായത് ശമ്പളമാണോ ഇനി അവർക്ക് എന്തുണ്ട് അതുപോലും കൊടുക്കാനുള്ളൂ. ജനങ്ങളുടെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരി നക്കി അതെടുത്തിട്ട് ഇവർക്ക് കൊടുക്കണം. മാത്രമല്ല ഇവന്റെയൊക്കെ കൈയിട്ട് വാരൽ ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാർ എന്തൊക്കെ ഈ ചാണകം ചവിട്ടാത്ത ഈ കേരളത്തിന് വികസനത്തിന്റെ പേരിൽ കൊടുക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് 8 അമ്മൂഞ്ഞായിട്ട് പിണറായി വിജയനും അയാളുടെ മരുമകനും ഫ്ലക്സ് വിപ്ലവം നടത്തുക എന്നല്ലാണ്ട് ഇവിടെ എന്താണ് ചാണകത്തിൽ ചവിട്ടാത്തത് കൊണ്ട് കേരള ജനതയ്ക്ക് കിട്ടുന്നത്? ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. അതായത് അഴിമതി നടത്തുന്നത് മാത്രമല്ല, ആ അഴിമതി നടത്തുന്നതിനു വേണ്ടി ഇവരുപയോഗിച്ചതെല്ലാം നമ്മുടെ നികുതി പണം. ഇപ്പൊ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മോള്. പണം ആരുടേതാ? കമാൽ പാഷ വളരെ വ്യക്തമായി പറഞ്ഞു എത്ര പണം, വക്കീലിന് എത്ര. എന്നിട്ട് അധ്വാനിച്ച KSRTC-ക്കാർക്ക് കൊടുക്കാൻ, വൃദ്ധരായ ആളുകൾക്ക് കൊടുക്കാൻ പണമില്ല. മകളുടെ കേസ് നടത്താൻ കോടികൾ. ഏതെങ്കിലും കമ്മികൾ ശബ്ദിച്ചു കേട്ടോ? ഇവരെല്ലാവരും ചുറ്റിക്കറങ്ങിയ നവകേരള സദസ്സോ എന്തൊരു വലിയ സദസ്സ് അവര് ബസ്സിൽ ചുറ്റിക്കറങ്ങി നടന്നിരുന്നല്ലോ. ആ ബസ്സിനെ മ്യൂസിയം ആക്കി വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, ബാലൻ മന്ത്രി. ഈ ബാലൻ മന്ത്രിയാണോ എന്ന് എനിക്കറിയില്ല. എത്ര മന്ത്രിമാർ കുറെ ഉണ്ട്, ഒക്കെ കണക്കായതുകൊണ്ട് ഇവന്മാരുടെ പേര് പോലും കേരളത്തിലേക്ക് അറിയില്ല എന്നുള്ളത്. ഈ AK ബാലൻ പറഞ്ഞു കളഞ്ഞത് ഈ വണ്ടി മ്യൂസിയത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയനും ബാക്കി വരുന്ന മന്ത്രിമാരും അപ്പിയിട്ട ഈ കക്കൂസ് വരെ കാണാൻ വരെ ആളുകൾ വരുമെന്നും അതിന് കാശ് കിട്ടുമെന്നും പറഞ്ഞാൽ ആ വണ്ടിയുടെ അവസ്ഥ പോലും 1 കോടിക്ക് മുകളിലുള്ള പൈസ മുടക്കിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാത്ത പൈസ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ഇപ്പൊ KM ഷാജഹാൻ സാറിന്റെ ഒക്കെ വാക്കിൽ പറയുകയാണെങ്കിൽ ആ കക്കൂസ് വണ്ടി, ആ അപ്പി വണ്ടി പോലും ഇന്ന് എവിടെയാണ്? കർണാടകത്തിലേക്ക് വീണ്ടും കൊണ്ടുപോയിട്ടുള്ളത്. ആൾട്ടർ ചെയ്തുകൊണ്ട് ഇനി വേറെ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന പറയുന്ന കേൾക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ കേരള ജനത എന്തായാലും ഇനിയും ചാണകം ചവിട്ടരുത് എന്ന് തന്നെയാണ് എന്റെ വലിയ ഒരു അഭിപ്രായം. കാരണം ചവിട്ടാതെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി ഏതറ്റം വരെ പോകും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വയനാട് കണ്ടു. 22 വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടിയെ ഒരമ്മയുടെ പൊന്നോമന മകനെ 3 ദിവസം ഭക്ഷണവും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അടിച്ചും വെട്ടിയും കുത്തിയും അവസാനം തൂങ്ങി ആടുന്ന അവനെ നമ്മൾ കണ്ടു. എന്തിനേറെ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിൽ മധുവിനെ ചവിട്ടിയും അടിച്ചും കൊന്ന നാടാണ് ഈ കേന്ദ്രം. ഇങ്ങനെ ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത വാളയാറിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ആ ആടുന്ന കുട്ടികളുടെ ആ ഷമ്മിയുടെ ആ ചിത്രം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് കണ്ണീര് വരുത്തുന്ന ആ സംഭവം തന്നെയാണ്. അത്തരത്തിൽ ശാപം പിടിച്ച നാടായി എങ്ങനെയാണ് ഈ കേരളം മാറിയത്? ഇത്ര കണ്ട് ക്രൂരത മാത്രം വിളയാടുന്ന രീതിയിലേക്ക് ദൈവത്തിന്റെ നാടിനെ ചെകുത്താന് കൂട്ടിക്കൊടുത്ത് ചെകുത്താന്റെ നാടാക്കി മാറ്റിയത് ആരാണ്? ഇവിടെ മാറി മാറി ഭരിച്ച ഇടതും വലതും തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം BJPക്ക് ഇവിടെ ഭരിക്കാൻ നിങ്ങൾ അവസരം കൊടുത്തിട്ടില്ല. ഇത്രയും കാലം 6.5 പതിറ്റാണ്ട് ഭാരതം കട്ടുമുടിച്ച ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണോ ഇനി ഗണ്ഡിയാണോ എന്ന സംശയം ഇപ്പോഴും പ്രബുദ്ധ മലയാളിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഗണ്ഡി കുടുംബം അടക്കി ഭരിച്ച് എന്തായിരുന്നു ഭാരതത്തെ കാട്ടിക്കൂട്ടിയത്?
2014 ശേഷം നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഇന്ന് ലോക റാങ്കിങ്ങിൽ തന്നെ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള മലയാളികളോട് ചോദിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾ വിദേശത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, വിദേശത്ത് ജോലിയെടുക്കുന്ന ഒരാളാണെങ്കിൽ ഭാരതത്തിന്റെ മൂല്യം ഇന്ന് എത്രയുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കും. ഇവിടെ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്ന പോലെ തന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതിയിൽ തന്നെ കേരളത്തിൽ ഞങ്ങൾ ചാണകം ചവിട്ടിയില്ല, ഞങ്ങൾ പ്രബുദ്ധർ, ഇതാ BJP-യെയും RSS-നെയും പടിക്ക് പിണ്ടം വെച്ചിരിക്കുന്നു, പടിയടച്ചെന്ന് പറയുന്ന നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കാണുന്നതല്ല ലോകം, നിങ്ങൾ കണ്ടതല്ല ലോകം, വരാനിരിക്കുന്ന നാളുകളാണ് ലോകം. ഭാരതത്തിൽ ഈ കേരളമല്ലാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനം മദ്യം വിറ്റും ലോട്ടറി വിറ്റും അതല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചും വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന മന്ത്രിമാർക്ക് ശമ്പളം കൊടുക്കാനും കയ്യിട്ട് വാരാനും നക്കാനും മക്കൾക്ക് സമ്പാദിക്കാനും ഇനി വേണ്ട എല്ലാവിധ തെമ്മാടിത്തരത്തിലും ഉപയോഗിക്കുന്ന ഒരു നാടുണ്ടെങ്കിൽ അത് ഈ നാട് മാത്രമാണ്. ഇന്നിപ്പോൾ സ്വർഗത്തിൽ ഇരുന്നാണോ നരകത്തിൽ ഇരുന്നാണോ എന്ന് എനിക്കറിയില്ല. KPSC ലളിത എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നു, ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഏകദേശം 1 വർഷ കാലാവധിക്ക് ഗ്യാപ്പിൽ തന്നെ അവർ അന്തരിച്ച് സ്വർഗം പൂകി എന്ന് തന്നെ നമ്മൾക്ക് പറയാം. ആ സ്വർഗത്തിലിരുന്ന് കണ്ണീർ പൊഴിക്കുന്ന 2 വ്യക്തികളുണ്ടെങ്കിൽ ഈ 2 വ്യക്തികളാ. കാരണം എന്താ, ഈ കുടുംബങ്ങളെല്ലാം മദ്യം ഇതാ നിർത്തലാക്കാൻ പോകുന്നു, മദ്യശാലകൾ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ വേണ്ടി ആ പാവങ്ങളെ വെച്ച് പരസ്യം പിടിച്ചുകൊണ്ട് LDF വരും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ പരസ്യം പിടിച്ചുകൊണ്ട് ആ പാവങ്ങൾ ഇന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് സ്വർഗത്തിൽ പോലും ഒരു മനുഷ്യന് സ്വർഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി, ആ പാവങ്ങളുടെ കണ്ണീരിന് പോലും വില കൊടുക്കേണ്ടി വരും ഇതുപോലെയുള്ള ചാണകം ചവിട്ടാത്ത ഈ പ്രബുദ്ധ മലയാളി എന്നുള്ളതാണ്. എന്തായാലും ഇനിയും പറയാനുള്ള കുറെ വെമ്പലുമായി പറയുന്ന വിപിൻലാൽ ഇരിക്കുന്നത്. വിപിൻലാലെ വിപിൻലാലെ ചൊറിയട്ടെ അങ്ങോട്ട് ഒന്നായിട്ട്. അല്ല ഇവിടെ വിപിൻലാലിനോട് ഒരു ചെറിയ ചോദ്യം. ഇപ്പോ നരേന്ദ്രമോദിക്കെതിരെ ഒരുപാട് പേർ ഒരുമിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇനി അരാജകവാദികളാണെങ്കിലും ചില ആക്ടിവിസ്റ്റുകള്, ഹ്യൂമനിസ്റ്റുകൾ, അങ്ങനെയൊക്കെയാണ് അവരെ പറയുന്നത് കേട്ടോ, ഫെമിനിസ്റ്റുകള്, മാവോയിസ്റ്റുകള്, എഴുത്തുകാർ, അങ്ങനെ ഒരുപാട് പേര്, സാംസ്കാരിക നായകര്, ഇവരൊക്കെ ഈ ഭരണത്തിന്റെ സുഖം അനുഭവിച്ച ആളുകളാണ്. നരേന്ദ്രമോദി ഭരണമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ഭരണത്തിന്റെ സുഖം അനുഭവിച്ചവര്. അവര് ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോദി ഭാരതത്തിൽ ശ്വാസം മുട്ടിയിരിക്കുക. അവർക്ക് അവരുടെ അഴിമതി ഒന്നും പറ്റുന്നില്ല, അവരുടെ തീവ്രവാദ പ്രചാരണങ്ങൾ പറ്റുന്നില്ല. നരേന്ദ്രമോദിയെ എങ്ങനെ താഴെ ഇറക്കിയിട്ട് അവർക്കൊന്ന് സമാധാനത്തോടെ ശ്വാസം വിടാം എന്നവര് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടോ വിപിൻലാൽ? നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുന്ന ഏകദേശം സിറ്റുവേഷൻ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെ ഈ ലോക്സഭ ഇലക്ഷനിലും നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചെറിയ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുള്ള അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും പോയിരുന്ന അതിന് മാറ്റം വരാൻ പോകുന്നു. മാറ്റം വരാൻ പോകുന്നത് മുഴുവൻ ഈ ക്രിസ്ത്യാനി BJP വോട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവമല്ല. പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് യുവജനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച ഇന്ന് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരാണ്, അത് കൃത്യമായിട്ട് ഇവിടുത്തെ യുവജനങ്ങൾക്ക് അറിയാം. ശബ്ദം മുറിയുന്നുണ്ട്, സംസാരം മുറിയുന്നുണ്ട്. വിപിൻലാലെ ഇതിന്റെ ആ മൈക്രോഫോണ് വായയുടെ അടുത്തോട്ട് ചേർത്ത് നിർത്തിയിട്ട് പറ. അതെനിക്ക് തോന്നുന്ന ഡിസ്റ്റൻസ് കൂടിയതുകൊണ്ടായിരിക്കാം. തുടർന്ന് നമ്മുടെ ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാരും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ഇപ്പോ ഏകദേശം 60 വർഷം കൊണ്ട് UP അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത റോഡുകളുടെ കിലോമീറ്ററുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേവലം 10 വർഷം കൊണ്ട് അതിന്റെ ഇരട്ടി ഉണ്ടാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സമസ്ത മേഖലയിലും നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ സാധിച്ചത് അത് മോദിജി വന്നതിന് ശേഷം തന്നെയാണ്. കക്കൂസ് നിർമ്മിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസുകാര് പ്രിയങ്ക ഗാന്ധി അടക്കം സംസാരിച്ചിരുന്നു. കക്കൂസ് മോഡിക്ക് ഇതാണോ, ഈ കക്കൂസ് ഉണ്ടാക്കുകയാണോ മോഡിയുടെ പരിപാടി? യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യ സന്ദർശിച്ചിട്ടുള്ള ആർക്കും അറിയാൻ സാധിക്കും 2014 മുന്നേ ദയനീയ അവസ്ഥ തന്നെയായിരുന്നു. അത് 2014 ശേഷം 12 കോടി കക്കൂസുകൾ ഉണ്ടാക്കാനായിട്ട് മോദി സർക്കാർ സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ദയനീയമായിട്ടുള്ള പരാജയമായിരുന്നു UPA സർക്കാർ. യഥാർത്ഥത്തിൽ ഇപ്പൊ ഒന്ന് സംഭവിച്ചിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്, UPA എന്ന് പറയുന്ന സംവിധാനത്തെ കൊന്നുകൊണ്ട് കൊന്നു കുഴിച്ചുകൊണ്ട് മറ്റൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. INDIA എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം. ഇന്നിപ്പോ ഒരു സർവേ വന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിലാണ് INDIA സ്വാധീനം ഉണ്ടാകുമെന്ന്
കുറച്ച് 2 മാസങ്ങൾക്ക് മുന്നേ സർവേ വന്നിരുന്നു. അവിടുത്തെ ഒരു സർവേ കൂടി വന്ന സമയത്ത് ഇവന്മാരുടെ കാര്യത്തിൽ ഒരു ഏകദേശം ഒരു തീരുമാനമായി എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അത് ഇപ്പോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി 8 സീറ്റുകൾ നേടും, BJPയുടെ ഒറ്റയ്ക്ക് തന്നെ 32 സീറ്റുകൾ നേടുന്നതൊക്കെ പറഞ്ഞുള്ള സർവേ 40 സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത്. അപ്പോ ഇത്ര വലിയ തരത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാതെ എവിടെ മത്സരിച്ചാലും ഇന്ന് ഉത്തരേന്ത്യയിൽ ജയിക്കാൻ സാധിക്കും, ഒരു തർക്കമില്ല. ഇപ്പൊ വയനാട്ടിലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളിടയിൽ ഒരു പ്രശ്നം പോന്നിരിക്കുകയാണ്. കാരണം ഈ ഉത്തരേന്ത്യയിലേക്ക് പോകും രാഹുൽ ഗാന്ധി ഫുള്ള് ഭസ്മൊക്കെ വരച്ച് കാവി ഷാളും അതോടൊപ്പം തന്നെ രുദ്രാക്ഷമൊക്കെ അണിഞ്ഞിട്ട് ശിവഭഗവാനെ പൂജിക്കുന്ന കുറെ ഫോട്ടോസും വീഡിയോസും സംഗീത വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ സംഘികൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിൽ വോട്ട് നേടി ഞങ്ങളുടെ വോട്ട് നേടി വിജയിപ്പിക്കും രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ കഴിഞ്ഞാൽ എന്നാലും വിപിൻ ലാലിന്റെ സംസാരത്തില് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ അതിന്റെ ആ മൊബൈൽ കണക്ട് ചെയ്യുന്ന ആ പിന്നൊന്ന് ഊരിയിട്ടൊന്ന് റീപ്ലേസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വയനാട് മണ്ഡലം എന്റെ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ കൃത്യമായിട്ട് വിപിൻ ലാൽ പറഞ്ഞ ആ സിസ്റ്റം ഇവിടെ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. കാരണം കുറെ രുദ്രാക്ഷം അണിഞ്ഞുകൊണ്ട് താടി അണിഞ്ഞ അതല്ലെങ്കിൽ കുറി തൊട്ട പൂജയൊക്കെ ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോസ് ഒക്കെ ഈ രാഹുൽ ഗാന്ധി തന്നെ നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് പുറത്തുവിട്ടിരുന്നു. ആ അനുകരിച്ച് പുറത്തുവിട്ട വീഡിയോസും ചിത്രങ്ങളും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ ഈ CPM-കാരും അതുപോലെ തന്നെ സംഘി എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ചാണകം ചവിട്ടിയ നമ്മുടെ പോലെയുള്ള ടീച്ചറെ പോലെയല്ല കേട്ടോ, എന്നെ വിപിൻ ലാലിനെ ഒക്കെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ കൃത്യമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിപിൻ ലാലിനെ കണ്ടിന്യൂ ചെയ്തോ. അപ്പോ കേൾക്കുന്നുണ്ടോ? ശബ്ദം. അപ്പോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇനി ഞങ്ങൾ വോട്ട് നേടി ഇവിടെ നിന്ന് വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമായിട്ടാണോ വയനാട്ടിൽ വന്ന് നിൽക്കുന്നത്? അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇനി പ്രധാനമന്ത്രി ആകില്ല എന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇനി ഒരു ഓപ്ഷൻ, ഇനി എന്താണ് മോദിയെ പ്രതിരോധിക്കാൻ ഇനി ചെയ്യാൻ സാധിക്കുക? കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ 20 സീറ്റുകളും കോൺഗ്രസിനാണെങ്കിലും ഇടതുപക്ഷത്തിന് നൽകിയാലും കേന്ദ്രത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല. പക്ഷെ പൂർണ്ണമായിട്ടും ഇത്തവണ 20 സീറ്റുകളുമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതില് നമ്മള് ഉദാഹരണത്തിന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം തന്നെ എടുത്തു നോക്കിയാൽ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തില് കഴിഞ്ഞൊരു 6 മാസമായിട്ട് വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം BJP നടത്തുന്നുണ്ട്. BJPയുടെ A+ മണ്ഡലമാണ്, BJPയോട് വിജയിക്കും, ഞങ്ങളത് പിടിച്ചെടുക്കുന്നുള്ള ഒരു വലിയ ഒരു പോരാട്ടത്തിന്റെ ഒരു വീതിയിലാണ് BJP കാര്യകർത്താക്കളും നേതാക്കന്മാരും, സംശയമില്ല. പക്ഷെ ഇതില് നമ്മൾ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് എടുത്ത് നോക്കിയാൽ, വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മതപരമായിട്ട് എടുത്ത് നോക്കണം. അത് നോക്കിക്കഴിഞ്ഞാൽ 2,10,000-ഓളം മുസ്ലിം വോട്ടുകളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. അത് ഏറ്റവും കൂടുതലുള്ളത് ചാവക്കാട് മേഖല, ഗുരുവായൂർ നിയോജക മണ്ഡലം, ചാവക്കാട് മുനിസിപ്പാലിറ്റി, കടപ്പുറം പഞ്ചായത്ത്, പുന്നിയൂർക്കുളം പോലെയുള്ള പഞ്ചായത്തുകളിലാണ് മുസ്ലിം വോട്ട് വ്യാപകമായിട്ടുള്ളത്. പിന്നെ നാട്ടിക നിയോജക മണ്ഡലത്തിലാണ്. അപ്പോ ഇത് 2,10,000-ഓളം മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകൾ നോക്കുമ്പോൾ 2,86,000, ഏകദേശം ഇപ്പൊ ഒരു 3 ലക്ഷത്തോളം തൊട്ട് താഴെ വന്നെത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടുത്തെ തൃശ്ശൂരിലെ ഹിന്ദു വോട്ടെടുത്ത് നോക്കുമ്പോഴാണ് 8.5 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയിലാണ്. ഇപ്പൊ കൃത്യമായിട്ട് അതൊരു 9 ലക്ഷമായിട്ടുണ്ട്. BJP 75,000-ഓളം വോട്ടുകൾ പുതുതായിട്ട് ചേർത്തിട്ടുമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഒരു ടെൻഷൻ. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി അടങ്ങുന്ന ഒരു വലിയ ഒരു ടീം വർക്ക് തൃശ്ശൂരിലുണ്ട്. അപ്പോൾ ഈ ടീം വർക്കും സേവന പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജും എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇത്തവണ VS സുനിൽകുമാർ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന TN പ്രതാപനാണെങ്കിലും അവിടെ വിജയിച്ചു പോകുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹിന്ദു സമൂഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ നമുക്ക് അങ്ങനെ കണ്ണടച്ചു പറയാൻ പറ്റില്ല. 10 കിലോ റേഷനരി എറിഞ്ഞു കൊടുത്താൽ ഒന്നാമത്തെ കാര്യം ഹിന്ദുക്കൾക്കിടയിൽ ഐക്യമില്ല, അവര് ചേരി തിരിഞ്ഞേ നിൽക്കൂ. മുസ്ലിങ്ങൾ അങ്ങനെയല്ല. പള്ളിയിൽ നിന്ന് ഉസ്താദ് പറയുന്നു ഇന്ന ആളെ ജയിപ്പിക്കണം, അവരത് ചെയ്യും. അതുകൊണ്ടാണ് തൃശ്ശൂര് കഴിഞ്ഞ തവണകളിൽ ഒന്നും പിടിക്കാൻ പറ്റാതായത്. എത്ര ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സമയമാകുമ്പോൾ
അവർക്ക് 2 കിലോ അരി കിട്ടിയാൽ മതി, 2 കിലോ ഗോതമ്പ്. ടീച്ചർ പറഞ്ഞ ശരിയാണ്. പക്ഷെ നമ്മള് തൃശ്ശൂരിന്റെ ചരിത്രം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. ഞാനിപ്പോ തൃശ്ശൂർ BJP വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷെ സാധ്യതകൾ പറയുന്നതാണ്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ട് 283 സീറ്റോട് കൂടിയിട്ട് അധികാരത്തിലെത്തി. ആ സമയത്ത് തൃശ്ശൂർ എന്ന് മത്സരിച്ചത് ശ്രീശൻ എന്ന് പറയുന്ന ഒരു BJP നേതാവായിരുന്നു. അദ്ദേഹം ആകെ പിടിച്ചത് 1,02,000 വോട്ടുകളായിരുന്നു. 5 വർഷത്തിന് ശേഷം 2019 സുരേഷ് ഗോപി വന്നിട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. അതിനുശേഷം പെട്ടെന്നാണ് BJP ആ സീറ്റ് നിർബന്ധമായിട്ട് വേണം, അവിടെ സുരേഷ് ഗോപി മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം 10 ദിവസം അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് 9 ദിവസം മാത്രമാണ് സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. 1,02,000 വോട്ടുകളിൽ നിന്ന് 2,93,000 വോട്ടുകൾ എന്ന് വെച്ചാൽ 1,92,000 വോട്ടുകൾ അദ്ദേഹം അവിടെ കൂടുതൽ പിടിച്ചു 5 വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ 5 വർഷത്തിന് ശേഷം അദ്ദേഹം നിരന്തരമായിട്ട് അവിടെ ഉണ്ട്. 2ാം സ്ഥാനത്തുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയിൽ നിന്നും 28,000 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹം പുറകിൽ നിൽക്കുന്നത്. വെറും 9 ദിവസം പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. അതിനുശേഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇമേജ് വലിയ തരത്തിൽ അത് വലുതായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിൽ അവിടെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം നൽകുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈ തട്ടിയിട്ടാണ് ആ സ്വർണ്ണ കിരീടം ആ മാതാവിന്റെ തലയിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. ഇതിനെയടക്കം നമ്മുടെ TN പ്രതാപൻ എന്ന് പറയുന്ന ഇവിടുത്തെ MP, എന്റെ പേരിൽ അദ്ദേഹം കേസടക്കം കൊടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തി, വർഗീയപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചെയ്തു. ഞാനിവിടെ തൃശ്ശൂർ വർഗീയ കലാപുണ്ടാക്കാൻ. അത് ശരി, TN പ്രതാപൻ തൃശ്ശൂരിന്റെ MP ആണ്. ആ MP യെ വലിച്ചു കീറുന്ന രീതിയിൽ എല്ലാ ഇടങ്ങളിലും ചെന്നുകൊണ്ട് ആദിവാസികൾ പ്രശ്നങ്ങൾ, അതുപോലെ റോഡ് പ്രശ്നം, വികസന പ്രശ്നം എല്ലാം വലിച്ചു കീറി പുറത്തേക്ക് ഇടുകയാണ് ഇവൻ. പിന്നെ ഇവനെതിരെ കേസെടുക്കാണ്ട് നമ്മുടെ നമ്മുടെ TN പ്രതാപൻ മൊല്യാരി ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ്. ക്ഷമിക്കണേ TN പ്രതാപ, ക്ഷമിക്കും പറഞ്ഞോ വിഷയം. അപ്പോ ഈ മാതാവിന്റെ തലയിൽ നിന്ന് ഈ സ്വർണ്ണ കിരീടം മാധ്യമ പ്രവർത്തകന്റെ കൈ തട്ടി നിലത്ത് വീണ പോലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് ഈ TN പ്രതാപൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആള് പറഞ്ഞൊരു സംഭവമാണ്. അത് ക്രിസ്ത്യാനികൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്, അതിലൊരു സംശയം വേണ്ട. കാരണം നമ്മൾ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അഭിപ്രായം എടുത്താൽ ഒരു ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് നമുക്ക് TN പ്രതാപനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം അറിയാൻ സാധിക്കും. ആള് പറഞ്ഞൊരു കാര്യം, മണിപ്പൂർ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അത് ക്രിസ്ത്യൻ ദൈവങ്ങൾക്ക് അത് അറിയുന്നതിന്റെ പേരിലാണ്, ആ സത്യം അവിടെ നിൽക്കുന്നതിന്റെ പേരിലാണ് ആ കിരീടം അവിടെ ഉറച്ചു നിൽക്കാതെ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അപ്പൊ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ BJP ഇപ്പൊ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ്. ആ മനുഷ്യൻ ഒരു നിസ്വാർത്ഥമായിട്ട് ആളൊരു പ്രാവശ്യം ആ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം. അത് അവിടുത്തെ പള്ളിയിൽ അച്ഛനെ കാണാൻ പോയ സമയത്ത് ഈ മാതാവിന്റെ കിരീടം ഒരു വളരെ കുറച്ച് ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞാണ്, ഞാൻ എന്തായാലും ഒരു കിരീടം തന്നേക്കാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ട് എത്രയോ മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞതാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം അത് നടപ്പിലാക്കി. സ്വന്തം മകളുടെ വിവാഹത്തിന് മുന്നേ ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അപ്പൊ ഈ ദൈവികമായിട്ടുള്ള കാര്യം ചെയ്തതിനെ പോലും രാഷ്ട്രീയമായിട്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സുരേഷ് ഗോപി ചെയ്യുന്നുള്ള രീതിയിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ പ്രബുദ്ധരാണല്ലോ കേരളത്തിലെ ജനങ്ങൾ. പ്രബുദ്ധരെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുമ്പോൾ പോലും കുറച്ചാളുകൾക്ക് എന്തായാലും ബോധമുണ്ട്, അത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് ഇത്തവണ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വലിയ വോട്ട് അത് സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്നുള്ളത് തർക്കമില്ല. അത് ഏത് രാഷ്ട്രീയ നിരീക്ഷകനോട് നമ്മൾ ചോദിച്ചാലും, നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടും. പിന്നെ അന്തം കമ്മികളും അതുപോലെ തന്നെ ഈ അന്തമൂരികളും ഈ കൊങ്ങികളൊക്കെ നിരന്തരമായിട്ട് സുരേഷ് ഗോപിനെയൊക്കെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണം വരെ അവണിശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. റോഡ് പോലും നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ സ്കോപ്പ് അത് നിസ്സാരമല്ല. ആ പേടി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ തരത്തിലുണ്ട്. കേരളത്തിൽ എവിടെ BJPക്ക് സീറ്റ് കിട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് സുരേഷ് ഗോപിയാണ്. തൃശ്ശൂർ പ്രതാപന് പണി കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അമിതമായിട്ടുള്ള മുസ്ലിം പ്രീണനം ഉണ്ടല്ലോ, അവര് തന്നെ വാരി നിലത്തടിക്കും. കാരണം മുസ്ലിങ്ങൾ അമിതമായാൽ അമൃതം വിഷം, അധികമായാൽ അമൃതം വിഷം എന്ന രീതിയിൽ. ഇനി എന്തെങ്കിലും ചൊറിയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ രണ്ടുപേരും? തീർച്ചയായിട്ടും ഉണ്ട്. വിപിൻ ചെയ്തിട്ടില്ല.
ഓക്കെ, വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. സുരേഷ് ഗോപിയുടെ കേരളത്തിൽ ഇപ്പോ പല മണ്ഡലം, ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ ആയിരുന്നു നമ്മളൊരു സമയത്ത് എനിക്ക് തോന്നുന്നു 2016 അതിന് തൊട്ട് മുന്നൊക്കെ 15,000 വോട്ടുകൾക്കൊക്കെ തോറ്റിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു BJP. ഇപ്പൊ അത് ഏകദേശം കഴിഞ്ഞ വട്ടം 1 ലക്ഷത്തിന്റെ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും BJP തന്നെയാണ് അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പോഴും ആരാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഒരു BJPയുടെ സംസ്ഥാന കാര്യകർത്താക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവർക്കൊന്നും ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായമില്ല, ആരാണെന്ന് പോലും അറിയില്ല. അവിടെ നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ അവര് ബാംഗ്ലൂർ സൗത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ നിന്ന ചരിത്രമൊക്കെ ഒരുപാട് നേതാക്കന്മാർക്കുണ്ട്. ഈ പറയുന്ന സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പോലും ഉണ്ട്. നരേന്ദ്രമോദി പോലും ഈ രംഗനാഥപുരത്ത് വന്ന് മത്സരിക്കാനുള്ള സാധ്യത പോലും ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് അടക്കമുണ്ടായാൽ, അതോടൊപ്പം തന്നെ PC ജോർജ് പത്തനംതിട്ടയിലും നമ്മുടെ പാലക്കാട് ഇപ്പൊ ഏകദേശം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾക്ക് കൃത്യമായിട്ടറിയില്ല. എന്നാലും BJP A+ മണ്ഡലമായിട്ട് കാണുന്നു. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒരു വലിയ ഈ പത്തനംതിട്ടയിലേക്ക് വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത മൊത്തത്തിലുണ്ട്. നിസ്സാരമായിട്ട് ഇത്തവണത്തെ BJPയുടെ പ്രവർത്തനത്തെ കാണാനായിട്ട് സാധിക്കില്ല. അത്രക്ക് വലിയ പ്രഷർ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വമുണ്ട്. ഇത്തവണ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ BJP പരാജയപ്പെട്ട അത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു എന്താ പറയാ, അവര് ഇനി വീട്ടിൽ പോയിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാരതീയരും രാജ്യദ്രോഹികളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ആ പോരാട്ടത്തെ നമുക്ക് ഒരിക്കലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഭാരതമായി ബഹുസ്വരതയിൽ നിലനിർത്തി നാനാത്വത്തിൽ ഏകത്വത്തോടെ നിലനിർത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഒരു ഭാഗത്ത്, രാജ്യസ്നേഹവും ദേശീയതയും സമത്വവും സാഹോദര്യവും സഹിഷ്ണുതയും ദേശീയ പതാകയും വന്ദേമാതരവും ഭാരത് മാതാ കീ ജയും ഇതൊക്കെ വർഗീയമായി മുദ്ര കുത്തപ്പെടുന്ന മതേതര വിരുദ്ധമാകുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടി കൈകോർക്കുന്ന ഒരു ഭാഗം പ്രതിഭാഗത്തുമായിരിക്കും. ഒരു പക്ഷേ വിപിൻ ലാൽ പറഞ്ഞതുപോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ കേരളം പ്രതീക്ഷിക്കുക. എന്തായാലും ചാണകം ചവിട്ടിയില്ല എന്നത് വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞ് നടക്കുന്ന മലയാളി നീ മനസ്സിലാക്കുക. നീ ചവിട്ടാത്ത ആ ചാണകമുണ്ടല്ലോ, ആ ചവിട്ടിയ ചാണകത്തിൽ ചവിട്ടിയന്മാർ തരുന്ന കാശ് കൊണ്ട് തന്നെയാണ് നിന്റെ ഇന്നത്തെ ജീവിതം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ നീ ചാണകം ചവിട്ടാതെ വിജയിപ്പിച്ചു വിട്ടുള്ള കേരള സർക്കാർ ഉണ്ടല്ലോ, ആ സർക്കാർ ഭരിക്കുന്നത് ഈ ചാണകം ചവിട്ടിയ ഈ ചാണക സംഘികൾ തരുന്ന പിച്ചക്കാശ് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. കാരണം ഉൽപാദന മേഖലയിൽ നിന്നും അതല്ലെങ്കിൽ ഉൽപാദക സംസ്കാരം വിറ്റുകൊണ്ട് ആ ഉൽപാദക സംസ്കാരം മാറിക്കൊണ്ട് വെറും ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് മാറിയിട്ടുള്ള മലയാളി നീ ഇന്ന് ഭക്ഷിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പഴമൊഴിയുണ്ട്. ആ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അന്യ സംസ്ഥാനങ്ങൾ കനിഞ്ഞാൽ മാത്രമേ, അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ തുനിഞ്ഞില്ലെങ്കിൽ നീ ചാണകം വാരി തിന്നേണ്ട അവസ്ഥ പോലും നിനക്ക് വരുമെന്ന് കൃത്യമായിട്ടും ഇവിടെ പറയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അറബിക്കടലിന്റെ അതല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഭാഗം മൊത്തം കടലായതുകൊണ്ട് ആ കടലിന്റെ തീരത്ത് പോയിരുന്നു കൊണ്ട് ചൂണ്ടലിട്ടാൽ മീൻ കിട്ടാൻ നിന്റെ കരയിൽ ഇല്ല മീൻ എന്നുള്ളത് കൊണ്ട് തന്നെ മണൽ വാരി തിന്നേണ്ടി വരും നീ എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. എന്തായാലും ചൊറിയാതെ വയ്യ എന്നുള്ളത് കൃത്യമായിട്ടും ഇന്ന് ഒരുപാട് ആസ്പെക്ടുകൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ചൊറിഞ്ഞ് തീർത്തു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇനി 2 അതിഥികൾ അതല്ലെങ്കിൽ ജാമിദ ടീച്ചർക്കും വിപിൻ ലാലിനും ചൊറിയാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ചൊറിയാനുണ്ട് എന്തെങ്കിലും? ചൊറിയാനുണ്ട്, അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് വെക്കാം. ബൈജു, എന്റെ ഒരു സജഷൻ, നമ്മള് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക. ഇന്നത്തെ ദിവസം അതായത് ചാനലുകളൊന്നും ചർച്ച ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് സംസാരിക്കാനുണ്ട്. എന്നോട് പലരും കമന്റ് ഇട്ട് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ആ ഒരു സെക്ഷൻ ഒന്ന് വിട്ടുകൊടുക്കുന്നത് നന്നായിരിക്കും. അവര് പറയട്ടെ വിഷയം, അതിന് ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റും കൂടുതൽ സപ്പോർട്ടുള്ള ആ വിഷയം നമുക്ക് ചർച്ചയ്ക്കെടുക്കാം. മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ മടിക്കുന്ന വിഷയങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാവരുടെയും കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ അത് പോസ്റ്റ് ചെയ്യാം. അവര് പറയേണ്ട വിഷയം, അതിനനുസരിച്ച് അങ്ങനെ ചെറിയൊരു സജഷൻ. ഓക്കെ,
സമയം ഏറെ വൈകിട്ടുണ്ട്. ശരി, ചൊറിയാതെ വയ്യ. യെസ്, ചൊറിയാതെ വയ്യ എന്ന നമ്മുടെ ഈ പ്രോഗ്രാം തിങ്കൾ മുതൽ വെള്ളി വരെ 8 മണിക്ക് മുതൽ 8 മണി മുതൽ 9 മണി വരെയാണ്. ചെറിയ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു മാത്രം. 8 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ടും അതാത് ദിവസങ്ങളിൽ രാവിലെ ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ്, ജാമിദ ടീച്ചറുടെ ചാനൽ ആയാലും വിപിൻലാലിന്റെ ചാനൽ ഫാസ്റ്റ് റിപ്പോർട്ട്സ് ആയാലും നമ്മുടെ ചാനൽ ന്യൂസ് കഫേ ആയാലും അതല്ലെങ്കിൽ സിജോ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ആള് അദ്ദേഹത്തിന്റെ ചാനലായിട്ട് ന്യൂസ് ഹണ്ടർ ആയാലും ഇതിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് അതിൽ പറയാം നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചൊറിയാതെ വയ്യയിൽ വരേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അത് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുകയാണ്. എന്തായാലും ഇന്നത്തെ ചൊറിയാതെ വയ്യ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ജാമിദ ടീച്ചർ ആയാലും വിപിൻലാലായാലും ഞാനായാലും എനിക്ക് സ്വയം നന്ദി പറയുന്നു. നമസ്കാരമായിരുന്നു. ജയ് ഹിന്ദ്, ശുഭരാത്രി, ശുഭനിദ്ര.